ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിക്രൂസിൻ്റെ പ്രാർത്ഥനകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു മാതാവിൻ്റെ നൊവേന പുസ്തകത്തെ പരിചയപ്പെടുത്താനാണ്. ആറ്റിങ്ങൽ അമ്മയുടെ നൊവേന പ്രാർത്ഥനകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇത് ഞാൻ തന്നെ എൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കിയതാണ്. ഇതിന് ഇങ്ങനെ ഒരു നൊവേന പ്രാർത്ഥന ശരിയാക്കാൻ പ്രധാനമായൊരു കാരണമുണ്ട്. 1985 ഞാൻ ആറ്റിങ്ങൽ കോളേജിൽ പഠിപ്പിക്കാൻ വന്നതെങ്കിലും ഒരു 94 വരെയുള്ള 9 വർഷ കാലയളവിൽ ഞാൻ ഒരുപാട് പുറകിലേക്ക് പോയൊരു വ്യക്തിയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി, പള്ളിയിൽ നിന്ന് അകന്നുപോയി, പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയൊരു വ്യക്തിയായിരുന്നു. എന്നാൽ 94 ഒരു ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം വലിയ മാറ്റം വന്നതിന് ശേഷം വീണ്ടും ഞാൻ പള്ളിയുമായി അടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. ആറ്റിങ്ങൽ പള്ളിയുടെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ആ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. പകരം മറ്റു ദിവസങ്ങൾ നമ്മൾ പോയാൽ സൈഡിൽ ഒരു കുരിശടിയുണ്ട്. ഒന്ന് വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടി, വേറെ നന്ദൂനി സൂണിയാവിൻ്റെ കുരിശടി. ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയിൽ ഞാൻ പലപ്പോഴും കയറിയിരിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അന്ന് ഞാൻ കണ്ട ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് തല മുഴുവൻ ജട കൊണ്ട് നിറഞ്ഞ ഒരു സഹോദരി. അവർ ദിവസവും രാവിലെ ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയിൽ വരികയും അവിടെ പൂക്കളൊക്കെ സമർപ്പിക്കുകയും മെഴുകുതിരിയും ചന്ദനത്തിരിയും എല്ലാം കത്തിച്ചു വെക്കുകയും അതിനുശേഷം കുറേ സമയം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു പോകുമായിരുന്നു. ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നി, ഇവർ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി സ്ത്രീ അല്ല, ഇവരൊരു ഹിന്ദു സ്ത്രീയാണ്. പിന്നെ ഇവർ ഈ മാതാവിനോട് എപ്പോഴും വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പോകുന്നു. അവരെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ ഞാൻ താമസിക്കുന്നതിന് അടുത്തുള്ള ഒരു സ്ത്രീയാണെന്നും അവർ ചിറയൻകീഴ് ശാർക്കര അമ്പലത്തിൽ ഈ രാമായണമൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സഹോദരിയാണെന്ന് മനസ്സിലായി. അവർ വ്യക്തിപരമായി എന്നോട് പറഞ്ഞത് അവർക്ക് ആ അമ്പലത്തിൽ പോയി അവരുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരു ഒരുക്കമായിട്ട് ഈ ആറ്റിങ്ങൽ പള്ളിയിൽ വന്ന് ഈ ആറ്റിങ്ങലിരിക്കുന്ന അമ്മയെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോയാലേ അവർക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനാണ്. അപ്പോൾ അവരുടെ വായിൽ നിന്നാണ് ആദ്യമായിട്ട് ആറ്റിങ്ങൽ അമ്മ എന്ന ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത്. എനിക്കും അത് വളരെ ഇഷ്ടമായിട്ട് തോന്നി. ഈ ദേശത്തിൻ്റെ ഒരു അമ്മയായിട്ടാണല്ലോ മാതാവ് ഇവിടെ ആയിരിക്കുന്നത്. ഇതെൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വളരാൻ തുടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം ആ സഹോദരി ഈ ഞങ്ങളുടെ പള്ളിയുടെ അടുത്ത് ഈ കുരിശടിയുടെ അടുത്ത് വെച്ച് തന്നെയാണ് മരണപ്പെട്ടതും പോയതും. അപ്പോൾ ആ സ്ത്രീയും അവരുടെ ആ വാക്കും എൻ്റെ ഹൃദയത്തിൽ ശരിക്കും കൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നൊരു അവസരത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ബ്രദർ, അദ്ദേഹത്തിൻ്റെ മക്കൾ പേർഷ്യയിലാണ്. അവിടെ നിന്ന് അവരുപയോഗിക്കുന്ന ഒരു നൊവേന പുസ്തകം കൊണ്ടുവന്ന് എനിക്ക് തന്നത്. ആ നൊവേന പുസ്തകത്തിൻ്റെ പേര് അറേബ്യൻ മാതാവ് എന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദേശത്തിനനുസരിച്ച് മാതാവിൻ്റെ പേരുകൾക്ക് മാറ്റം വരുന്നു. വേളാങ്കണ്ണി മാതാവ്, ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, ഇങ്ങനെ മാതാവിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു സ്ഥലവുമായി ഇതിന് നല്ല ബന്ധമുണ്ട്. പിന്നെ ഞാനിങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കൊരട്ടിയിലെ മാതാവിനെ അറിയപ്പെടുന്ന കൊരട്ടി മുത്തി എന്നാണ്, വല്ലാർപാടത്തമ്മ എന്നാണ് വല്ലാർപാടത്ത് മാതാവിനെ അറിയപ്പെടുന്നത്. അങ്ങനെയായപ്പോൾ ഈ പഴയ സഹോദരി എന്നോട് പറഞ്ഞ ആ ആറ്റിങ്ങൽ അമ്മ എന്നുള്ള വാക്ക് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നത് കൊണ്ട് ഞാനും ഒരു കാര്യം തീരുമാനിച്ചു, ഒരു നൊവേന പുസ്തകം തയ്യാറാക്കാം. അങ്ങനെ അറേബ്യൻ മാതാവ് എന്ന് പറഞ്ഞ് കിട്ടിയ ആ പുസ്തകത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ആറ്റിങ്ങൽ അമ്മ എന്ന് പറഞ്ഞ ഒരു നൊവേന പുസ്തകം ഞാൻ ക്രമീകരിക്കുകയും അത് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ഒരു വാർഷിക ദിനത്തിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം എൻ്റെ പള്ളിയിലുള്ളവർക്ക് ചിലർക്കൊക്കെ ഞാനിത് വിതരണം ചെയ്തു. ചില ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു വളരെ പവർഫുള്ളാണ്, അവർ പ്രാർത്ഥിച്ച് അവരുടെ ചില കാര്യങ്ങൾ സാധിച്ചു, ഒരു നേർച്ച പോലെ കുറച്ച് പുസ്തകം അടിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ വന്ന് പറഞ്ഞവർക്കെല്ലാം എൻ്റെ വിവാഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തതുപോലെ അവരുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ പുസ്തകത്തിൻ്റെ കോപ്പി അടിച്ച് പലർക്കും കൊടുത്തു. പക്ഷേ പിന്നീട് ഞാനിങ്ങനെ യാത്ര ചെയ്തു പോയി. ആറ്റിങ്ങലിൽ എപ്പോഴും ഇല്ലാത്തൊരവസ്ഥ, ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആറ്റിങ്ങലുണ്ട്. പിന്നീട് ഇതിന് കാര്യമായ ഒരു പരിഗണനയോ അതിനെ പ്രചരിപ്പിക്കാനോ സാധിച്ചില്ല. എന്നാലിപ്പോൾ കൊറോണ കാലം വന്നു, എല്ലാവരും ഒതുങ്ങി വീട്ടിലിരിക്കുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ഗണങ്ങൾ എല്ലാം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ആറ്റിങ്ങൽ അമ്മ ഇതൊരു പ്രത്യേക, അതായത് വ്യക്തിപരമായി ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമാണ്. ഇതിന് സഭയുടെ അംഗീകാരമൊന്നും ലഭിച്ചിട്ടുള്ളതല്ല. ഇത് വ്യക്തിപരമായി ഉപയോഗിച്ച് ഗുണം നേടാനുള്ളതാണ്. അതുകൊണ്ട് ഈ നൊവേന പുസ്തകത്തിൻ്റെ
വിശദാംശങ്ങൾ ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് അവതരിപ്പിക്കും. ഈ പുസ്തകത്തിൻ്റെ പേജുകളൊക്കെ നിങ്ങൾക്ക് ഈ യൂട്യൂബിലൂടെ തന്നെ കിട്ടും. നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് 100% ഉറപ്പുള്ളതാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണെന്ന് പറയുന്നത് പോലെ ഞാൻ എന്തായിരിക്കുന്നുവോ ആ ഉയർച്ചകളുടെയൊക്കെ പിന്നിൽ മാതാവിൻ്റെ കരം ഉണ്ട് എന്നെനിക്ക് തീർത്ത് പറയാം. ആറ്റിങ്ങൽ അമ്മയുടെ ഈ നൊവേന നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഇത് ഉപയോഗിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആറ്റിങ്ങൽ അമ്മയുടെ സ്തുതിക്കായുള്ള 7 പ്രാർത്ഥനകൾ അടങ്ങുന്ന ഈ നവനാൾ പ്രാർത്ഥന നമുക്ക് മുട്ടുകുത്തി നിന്ന് ഭക്തിപൂർവം ഉറക്കെ ചൊല്ലാം. പ്രാരംഭ പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയണമേ. അങ്ങേ ദിവ്യ സ്നേഹാഗ്നി അവരിൽ ജ്വലിപ്പിക്കണമേ. അങ്ങേ അരൂപിയെ അയക്കണമേ. അവ സൃഷ്ടിക്കപ്പെടട്ടെ. അങ്ങ് ഭൂമുഖം നവീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യപ്രകാശത്താൽ പ്രബോധിപ്പിച്ച ദൈവമേ, അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ യഥാർത്ഥ ജ്ഞാനികളായി തീരുവാനും അവിടുത്തെ സമാശ്വാസത്തിൽ എന്നും ആനന്ദിക്കുവാനും വരമരുളയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സഹായ അഭ്യർത്ഥന. ഓ മറിയമേ, സ്നേഹം നിറഞ്ഞ അമ്മേ, ഞങ്ങളങ്ങയെ ആറ്റിങ്ങൽ അമ്മ എന്ന് വിളിച്ചപേക്ഷിക്കുന്നു. ഈ ദേശത്തിൻ്റെ മേൽ അങ്ങേ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ഞങ്ങളെ അങ്ങ് സ്നേഹപൂർവ്വം സംരക്ഷിക്കണമേ. അങ്ങയുടെ മക്കളായ ഞങ്ങളെ എന്നും യേശുവിൻ്റെ കൂടെ പ്രസാദപര സന്തോഷത്തിൽ നിലനിർത്തണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ടു കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനകൾ. നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി. ഓ ദൈവമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വഴി ഉപവി എന്ന ദാനം സമൃദ്ധമായി ചൊരിയുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങയുടെ ദാസീദാസന്മാർക്കായി അങ്ങയുടെ കാരുണ്യം ഞങ്ങളിപ്പോൾ യാചിക്കുന്നു. മാനസികവും ശാരീരികവുമായ സൗഖ്യം അവർക്ക് പ്രദാനം ചെയ്യണമേ. അവർ തങ്ങളുടെ സർവ്വശക്തിയോടും കൂടി അങ്ങേ സ്നേഹിക്കുവാൻ ഇടവരുത്തണമേ. സ്നേഹത്തികവിൽ അങ്ങേക്ക് ഹിതകരമായവ ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള രോഗികൾക്ക് വേണ്ടി. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ ശാശ്വതമായ സൗഖ്യം അങ്ങ് തന്നെയാകുന്നുവല്ലോ. രോഗികളായ അങ്ങേ ദാസന്മാരുടെ മേൽ അങ്ങേ കരുണാസഹായം ചൊരിയണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങനെ അവർ സൗഖ്യം പ്രാപിച്ചു അങ്ങേ തിരുസഭയിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ അവർക്കിടയാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവശ്യത്തിലിരിക്കുന്ന സകലർക്കും വേണ്ടി. സർവശക്തനും നിത്യനുമായ ദൈവമേ, ദുഃഖിതരുടെ ആശ്വാസവും അധ്വാനിക്കുന്നവരുടെ ശക്തിയും അങ്ങാകുന്നുവല്ലോ. വിവിധ ആവശ്യങ്ങളാൽ വലയുന്നവർ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ദയാപൂർവം അവരെ ശ്രവിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കാരുണ്യം അനുഭവിച്ച് സന്തോഷിക്കുവാൻ അവർക്ക് അങ്ങ് ഇടവരുത്തണമേ. ദുഃഖിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർപ്പാപ്പായ്ക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും വേണ്ടി. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവ്വതും അങ്ങയുടെ ന്യായവിധിക്കും ആധിപത്യത്തിനും കീഴിലാണല്ലോ. ഞങ്ങളുടെ യാചനകൾ അങ്ങ് ദയാപൂർവം കേട്ടറിയണമേ. അങ്ങയുടെ ഹൃദയപ്രകാരം അങ്ങ് തിരഞ്ഞെടുത്ത ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പോപ്പിനെയും കർദിനാളന്മാരെയും മെത്രാപോലീത്താമാരെയും രൂപതാധ്യക്ഷന്മാരെയും വൈദികരെയും സന്യാസിനിമാരെയും അൽമായരെയും സംരക്ഷിച്ചു കൊള്ളണമേ. അങ്ങയുടെ ആധിപത്യം അംഗീകരിക്കുന്ന ക്രൈസ്തവ ജനത ഒന്നടങ്കം മഹാനായ ഈ മാർപ്പാപ്പായുടെ കീഴിൽ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാനും എണ്ണത്തിൽ വർദ്ധിക്കുവാനും ഇടയാക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി.
സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ അധികാരവും സർവ്വരാഷ്ട്രങ്ങളുടെയും മേലുള്ള ആധിപത്യവും അങ്ങേ തൃക്കരങ്ങളിലാണല്ലോ. എല്ലാ ജനതകൾക്കും ഉണ്ടായിരുന്ന ഭക്തിയിലേക്കും അങ്ങയുടെ നിയമത്തോടുള്ള വിധേയത്വത്തിലേക്കും അവരെ തിരികെ കൊണ്ടുവരണമേ. മാനുഷികമായ എല്ലാ അധർമ്മങ്ങളുടെയും മേൽ അങ്ങ് വിജയം വരിക്കണമേ. അങ്ങയുടെ വിശ്വാസികൾക്ക് ശാശ്വതമായ സമാധാനം ഉറപ്പുവരുത്തുകയും ചെയ്യണമേ. സമാധാനത്തിൻ്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ പരേതരായ ബന്ധുക്കൾക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും വേണ്ടി. ഓ ദൈവമേ, പാപങ്ങൾ പൊറുക്കുകയും സകലരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ഞങ്ങളുടെ സഹോദരങ്ങളും ബന്ധുജനങ്ങളും ഉപകാരികളുമായ പരേതരായ സകലരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി നിത്യാനന്ദത്തിൽ പങ്കുചേരുവാൻ ഇടയാക്കണമേ. സ്വർഗത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. അമലോത്ഭവയായ കന്യകാമറിയമേ, ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ അമ്മേ, ഞങ്ങളുടെ വത്സല മാതാവേ, അങ്ങയുടെ അതിശക്തവും അജയവുമായ മധ്യസ്ഥ ശക്തിയിൽ സജീവമായ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വത്സലസുതരും വിശ്വസ്ത ഭക്തരുമായ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ നൊവേനയിൽ ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നുവെങ്കിൽ അങ്ങ് ഞങ്ങൾക്കായി നേടിത്തരണമേ. പാപത്തെ വെറുക്കുന്ന അങ്ങേ തിരുക്കുമാരന് ഞങ്ങളുടെ ഹൃദയം പലപ്പോഴും അഭയകേന്ദ്രമായി തീർന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. പാപത്തെ പാടെ വെറുത്തുപേക്ഷിക്കുവാനും ദൈവത്തോട് ഞങ്ങളെ അപഗാഢമായി യോജിപ്പിക്കുന്ന ഹൃദയ നൈർമല്യം നേടിയെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. അങ്ങനെ ഞങ്ങളുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും അവിടുത്തെ ഉപരിമഹത്വത്തിന് മാത്രം ഉതകുമാറാകട്ടെ. പ്രാർത്ഥനയുടെയും ആത്മപരിത്യാഗത്തിൻ്റെയും അരൂപിയിൽ ഞങ്ങളെ വളർത്തണമേ. അങ്ങനെ പാപത്താൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടവ പരിത്യാഗത്താൽ വീണ്ടെടുക്കാൻ ഞങ്ങൾക്കിടവരട്ടെ. ജീവിതാന്ത്യത്തിൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും രാജ്ഞിയായി അങ്ങ് വസിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരാൻ ഇടയാക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവിൻ്റെ സമ്പൂർണ്ണ വിജയത്തിനുള്ള പ്രാർത്ഥന. ഓ മറിയമേ, അമലോർഭയായ ദൈവജനനി, മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ ആനന്ദത്തോടെ അങ്ങേ പരിസേവിക്കുന്നുവല്ലോ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ഞങ്ങളങ്ങേ ഏറ്റുപറയുന്നു. സകല മനുഷ്യരുടെ മേൽ അങ്ങേക്കുള്ള ആധിപത്യം എല്ലായിടത്തും ഉദ്ഘോഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ. അങ്ങ് ദൈവിക അനുഗ്രഹങ്ങളുടെ നീർച്ചാലാണല്ലോ. എല്ലാവരും സത്യത്തിൽ ദൈവത്തെ അറിയുവാനും എല്ലാ ഹൃദയങ്ങളും അവിടുത്തെ സ്നേഹപൂർവ്വം ആശ്ലേഷിക്കുവാനും എല്ലാ മനസ്സുകളും വിനയത്തോടെ അവിടത്തേക്ക് വിധേയപ്പെടുവാനും അങ്ങ് ഇടവരുത്തണമേ. ഓ മാതാവേ, ഞങ്ങളിൽ ഓരോരുത്തരിലും അങ്ങയുടെ സ്നേഹവാസം സംസ്ഥാപിക്കണമേ. ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം അങ്ങിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്നതാകട്ടെ. ഞങ്ങളുടെ അസ്വസ്ഥതകളെല്ലാം അങ്ങിൽ നിന്ന് പ്രശാന്തമാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പ്രത്യാശപൂർവ്വം അങ്ങിലൂടെ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. പ്രഭാവമേറിയ സ്വർഗരാജ്ഞി, അങ്ങേ സ്നേഹസമാധാനത്തിൽ ലോകത്തെ അതിവേഗം കീഴടക്കണമേ. അങ്ങനെ അങ്ങയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പ്രതാപമേറിയ ആഗമനവേളയിൽ അങ്ങയുടെ മഹത്വത്തിൻ്റെ കിരീടം കൂടുതൽ പ്രശോഭിതമായി തീരുമാറട്ടെ. ഇന്നോളം നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും ഈ നവയിലൂടെയും ഇനി നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിനും നമ്മുടെ സ്വർഗീയ അമ്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നവനാൾ പ്രാർത്ഥന ഉപസംഹരിക്കാം. എഴുന്നേറ്റ് നിന്ന് മാതാവിൻ്റെ സ്തോത്രഗീതം ഏറ്റുചൊല്ലാം. മറിയത്തിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാപന പ്രാർത്ഥന. കർത്താവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ അമ്മയായ മറിയത്തെ ആറ്റിങ്ങൽ അമ്മ എന്ന അപരനാമത്താൽ വിളിച്ചാദരിച്ചുകൊണ്ട് ഈ അമ്മയുടെ മഹത്വത്തിൽ അതിയായ ആനന്ദത്തോടെ ഈ പ്രാർത്ഥനാ മഞ്ജരിയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഇന്നും എന്നേക്കും സുരക്ഷിതരായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ആമേൻ.